ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് BBAയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഓരോ മൊഡ്യൂൾ വൈസ് 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ ഇടുക. സോ മൊഡ്യൂൾ 1 നന്നായിട്ട് പഠിച്ചു വെക്കോളൂ. കാരണം തിയറി ധാരാളം പ്രോബ്ലം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സബ്ജക്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലം കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, തിയറി അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. തിയറി പഠിച്ചാലും നിങ്ങൾക്ക് പാസ്സാവാം, പക്ഷേ ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ മൊഡ്യൂൾ 1 2 മാർക്സ് ചോദിക്കുന്നത് ഒന്ന് ഡിഫൈൻ ഓർ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ചോദിക്കാം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ലിമിറ്റേഷൻസ്, ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതിൽ തന്നെ കുറേ സബ് ഡിവിഷൻസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇത്രയും അതിൽ 2 മാർക്സിന് പഠിച്ചു വയ്ക്കുക. 5 മാർക്സ് അല്ലെങ്കിൽ essay ആയിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് essay ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്സ്. പിന്നെ നേച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ചോദിച്ചിട്ടുള്ളതാണ് ഒരു പ്രാവശ്യം. ഫംഗ്ഷൻ ആൻഡ് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ബിസിനസ് 5 മാർക്കോ essay ആയിട്ട് പഠിച്ചോളൂ. ദെൻ അടുത്തത് ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഈ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. ദെൻ മൊഡ്യൂൾ 2 ഒന്നാമത്തെ പോർഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സും ടൈം സീരീസും വെച്ചിട്ട് ബികോമാരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററും കൂടി മൊഡ്യൂളും കൂടി എക്സ്ട്രാ ഉണ്ട്. നല്ലൊരു ഒരുപാട് തിയറിയും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. തിയറി ആയിട്ട് ചോദിക്കുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ചോദിക്കാം, എന്താണ് ഇൻഡെക്സ് നമ്പർ, പിന്നെ ടൈപ്സ് ഓഫ് വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ, സീസണൽ വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഓരോ പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് 4ഉം പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ, പ്രൈസ് ഇൻഡെക്സ് നമ്പർ, അതെന്താന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ മോഡൽസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്, കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്, സെമി ആവറേജ് എന്താണ്, പിന്നെ മൂവിങ് ആവറേജ് എന്താണ്, ഇതൊക്കെ എന്താണെന്നും പഠിക്കുക. പിന്നെ ലാസ്പേയേഴ്സ് ഇൻഡെക്സ്, ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ്, ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ട്രെൻഡ്, പിന്നെ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ദെൻ 5 മാർക്സ് അല്ലെങ്കിൽ essayക്ക് വരുന്നത് ഒന്ന് മൂവിങ് ആവറേജ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. മൂവിങ് ആവറേജ് ഇപ്പോൾ 3 ഇയർ ബേസോ അല്ലെങ്കിൽ 5 ഇയർ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. രണ്ടും നമുക്ക് ഈസിയാണ് കേട്ടോ. ദെൻ അടുത്തത് മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, ഒരു പ്രാവശ്യം essay ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് 5 മാർക്സ് ചോദിക്കാം. പിന്നെ ഫിഷേഴ്സിൻ്റെ ഐഡിയൽ ഇൻഡെക്സ് പ്രോബ്ലം ചോദിക്കാം, എന്താണെന്നും ചോദിക്കാം. പിന്നെ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മൂവിങ് ആവറേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടുള്ളതുണ്ട്. പ്രോബ്ലം റിലേറ്റ് ടു ഇൻഡെക്സ് നമ്പേഴ്സ്, പ്രൈസ് ഇൻഡെക്സോ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സോ കാണാനുണ്ടാവാറുണ്ട്. പിന്നെ ഫിറ്റ് എ സ്ട്രൈറ്റ് ലൈൻ യൂസിങ് ലീസ്റ്റ് സ്ക്വയർ, അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ദെൻ അത് essayയിലും ചോദിച്ചിട്ടുണ്ട്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 5 മാർക്കായിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം essay ആയിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ദെൻ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, തിയറിയാണ്. ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് തിയറി ആയിട്ട് ചോദിക്കാം. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ മൊഡ്യൂള്. മൂന്നാമത്തെ മൊഡ്യൂള് നോക്കുകയാണെങ്കിൽ കോറിലേഷൻ എന്താണെന്ന് ചോദിക്കാം, റിഗ്രഷൻ ചോദിക്കാം, റിഗ്രഷൻ ലൈൻ എന്താ ചോദിക്കാം, റിഗ്രഷൻ കോഎഫിഷ്യന്റ്, പിന്നെ ടൈപ്സ് ഓഫ് കോറിലേഷൻ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർത്ത് എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്കിന് ചോദിക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിങ് കോറിലേഷൻ, അത് 5 മാർക്കിനോ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എടുത്ത് 2 മാർക്കിന് ചോദിക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ ടെക്നിക്സ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ, ദെൻ സ്കാറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫ് മെത്തേഡ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഓഫ്
റിഗ്രഷൻ. നിങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ നോക്കുക. 2 മാർക്കൊന്നും ഒരിക്കലും വിടരുത്. നമ്മുടെ മനസ്സിൽ എന്തേ പാടുള്ളൂ, നമുക്കത് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നിങ്ങളിതെല്ലാം കവർ ചെയ്തിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കും എന്താണ് ക്യൂട്ടി, എന്താണ് ഓരോ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ല കേട്ടോ. 5 മാർക്സ് ഓർ എസ്എ ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന് കോറിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ് വേരിയബിൾ തന്നു, വൈ വേരിയബിൾ തന്നു, എന്നിട്ട് കോറിലേഷൻ കാണാൻ പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ 5 മാർക്സിന് ചോദിക്കാറുണ്ട്, എസ്എ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ അരിത്തമെറ്റിക് മീൻ എക്സ് വേരിയബിൾസിന്റെ എം തന്നു, വൈ വേരിയബിൾസിന്റെ എം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നു. അപ്പം നിങ്ങൾക്ക് അറിയാലോ R = ഒരു നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്കത് ചോദിക്കാം. ദെൻ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു റിഗ്രഷൻ ഇക്വേഷൻ, ഏതെങ്കിലും എക്സ് ഓൺ വൈയോ വൈ ഓൺ എക്സോ കാണാൻ പറയും. പിന്നെ പ്രോബ്ലംസ് റിലേറ്റ് ടു റാങ്ക് കോറിലേഷൻ, ഒരു പ്രാവശ്യം സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ ആണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ ഫൈൻഡ് ഔട്ട് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കാണേണ്ടത്. റാങ്ക് കോറിലേഷൻ ആണെങ്കിൽ അത് പ്രത്യേകം എന്ത് ചെയ്യും, പറയും കേട്ടോ. ഫൈൻഡ് ഔട്ട് റാങ്ക് കോറിലേഷൻ, അല്ലെങ്കിൽ ആ ഡാറ്റ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള റാങ്കുകൾ ആ രീതിയിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതെന്താണ്, റാങ്ക് കോറിലേഷൻ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കണം, റാങ്ക് കോറിലേഷൻ ആണോ അതോ സ്പിയർമാൻ നമ്മുടെ കാൾ പിയേഴ്സന്റെ കോറിലേഷൻ ആണോ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യൂ കേട്ടോ. ദെൻ അടുത്തത് മൊഡ്യൂൾ 4 2 മാർക്സ് ചോദിക്കാൻ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, സെറ്റ്സ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, വെൻ ഡയഗ്രം പഠിച്ചു വയ്ക്കുക, ഈക്വലി ലൈക്ലി ഈവന്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്, റാൻഡം എക്സ്പെരിമെന്റ്, ബയസ് തിയറം, അതേപോലെ കണ്ടീഷണൽ പ്രോബബിലിറ്റി അതും പഠിച്ചു വെച്ചോളൂ. അതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇൻവേഴ്സ് പ്രോബബിലിറ്റി, എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല, ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ദെൻ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താണ്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. സെറ്റിൽ നിന്ന് ഒരുപാട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റിൽ നിന്ന് 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും പ്രോബ്ലം ആയിട്ട് ഒരു സെറ്റിന്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. തിയറി ആയിട്ട് സെറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ഉണ്ട്, ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ് ഉണ്ട്, മെത്തേഡ്സ് ഓഫ് ഡിസ്ക്രൈബിങ് എ സെറ്റ് ഉണ്ട്, ഡിസ്ജോയിങ് സെറ്റ്സ് ഉണ്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ അപ്രോച്ച്, പ്രയോറി അപ്രോച്ചിന്റെ, ആൻഡ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതെന്താണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി, ഇത്രയും പോർഷൻസ് എന്ത് ചെയ്യുക, 2 മാർക്കിന് കവർ ചെയ്യുക കേട്ടോ. 2 മാർക്കിന് ഇപ്പോൾ അത് ഒരു 5 മാർക്കിന് അറിയാതെ ചോദിച്ചു പോയാൽ അതൊന്ന് നീട്ടിപ്പിടിച്ച് എഴുതാനുള്ള ഒരു കഴിവുണ്ടാവണേ. ദെൻ അടുത്ത 5 മാർക്സ് ക്വസ്റ്റ്യൻസ് എസ്സേ ആയിട്ട്. ഇതിൽ 5 മാർക്സ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഡിഫറെന്റ് ഓഫ് സെറ്റ്സ്, അത് ചോദിച്ചിട്ടുണ്ട് 5 മാർക്ക്. പിന്നെ പ്രോബ്ലംസ് ഫ്രം സെറ്റ്സ് നിന്ന് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, 2021 തോന്നുന്നു, 5 മാർക്കിന്. ദെൻ ഡിഫറെന്റ് ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, അത് എസ്സേ ആയിട്ടാണ് ചോദിച്ചത്, അത് 2021. പ്രോബ്ലംസ് റിലേറ്റ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഇപ്പോൾ ബോൾസിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പോൾ അത് 5 മാർക്കിന് ചോദിക്കുക, എസ്സേ ആയിട്ട് ചോദിക്കുക കേട്ടോ. പ്രോബ്ലംസ് നന്നായിട്ട് പ്രതീക്ഷിക്കുക പ്രോബബിലിറ്റിന്ന്. പക്ഷെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതൊന്ന് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സ് ധാരാളം ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ് നന്നായിട്ട് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ദെൻ മൊഡ്യൂൾ 5 ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കുക, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ 2 മാർക്സിന് പഠിച്ചു വയ്ക്കുക. പിന്നെ അസംഷൻസ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. Then uses or situations of using Poisson distribution, conditions for using binomial distribution. ഇതൊക്കെ തിയറിയാണ്. ഇത് തിയറി പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിന് എസ്സേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് ഒന്ന് അസംഷൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് 5 മാർക്കായിട്ടും ചോദിക്കാം, എസ്സേ ആയിട്ടും ചോദിക്കാം കേട്ടോ. അത് അത്യാവശ്യം ഉണ്ട് എഴുതാൻ, ഒരു 18-19ഓളം പ്രോപ്പർട്ടീസ് ഉണ്ട്. ദെൻ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഒരു പ്രാവശ്യം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഒരു പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ ഏതൊക്കെ ശ്രദ്ധിക്കണം? ഇൻഡെക്സ് നമ്പേഴ്സ് ശ്രദ്ധിക്കുക, റിഗ്രഷൻ ശ്രദ്ധിക്കുക, കോറിലേഷൻ, ഇത് അതേപോലെ പ്രോബബിലിറ്റി, അതൊക്കെ നന്നായിട്ട് പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്ന. അപ്പോൾ ആ ഏരിയ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക കേട്ടോ. ദെൻ ഫിറ്റ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനോ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ഫിറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫിറ്റ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനോ വരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ മൊഡ്യൂൾ സബ്ജക്റ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. എല്ലാ ഭാഗവും കവർ ചെയ്യുക, നന്നായിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടല്ലോ, ആ ഭാഗങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു കുറച്ചും കൂടി ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒരു സ്ട്രെസ് കൊടുത്ത് പഠിക്കാം. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.